ധനവരവ് വർദ്ധിക്കുന്ന ഒരു വർഷമാണ്. അത് വ്യവസായത്തിൽ കൂടിയായിരുന്നാലും ജോലിയിൽ കൂടിയായിരുന്നാലും ചിലപ്പോൾ നിങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഏത് മേഖലയിൽ കൂടിയായിരുന്നാലും ധനവരവ്, പല മേഖലകളിൽ നിന്നും ധനം വരുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷം. മത്സര പരീക്ഷകളിൽ നല്ല രീതിയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. കടങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ കടങ്ങളൊക്കെ നിങ്ങൾക്ക് തീർക്കുവാൻ ഈ വിഷു വർഷക്കാലത്തിൽ സാധിക്കുന്നതായിരിക്കും. ജോലി സ്ഥിരപ്പെടുന്ന ഒരു വർഷമാണ്. ഉദ്യോഗാർത്ഥികളായിട്ടുള്ള രേവതി നക്ഷത്ര ജാതകർക്ക് നല്ല ഉദ്യോഗങ്ങൾ ലഭിക്കുകയും സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്ന, പ്രത്യേകിച്ചും SSC കേന്ദ്ര സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് ഈ വർഷം നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്കൊരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ഒക്കെ ആയി മാറുവാൻ ഉള്ള ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2027 വിഷു വർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉത്രട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എപ്രകാരമായിരിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്ന് 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമായ രേവതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. രേവതിയെ സംബന്ധിച്ച് ഉത്രട്ടാതിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുറേയൊക്കെ ഗുണഫലങ്ങളും ഫലങ്ങളായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി, അങ്ങനെ ഒരു മിക്സിംഗ് പരുവത്തിൽ ആയിരിക്കും ഈ വിഷു വർഷക്കാലം രേവതി നക്ഷത്ര ജാതകർ കടന്നു പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകുന്ന, വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന രേവതി നക്ഷത്ര ജാതരാണ് എന്നുണ്ടെങ്കിൽ വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകും. അത് പുരോഗതി ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചിന്തയിൽ കൂടി ഒരു പുരോഗതി ഉണ്ടാകും, നിങ്ങളുടെ ധനവരവിനും വ്യവസായത്തിൽ ഒരു പുരോഗതി ഉണ്ടാകും. നിങ്ങൾക്കിപ്പോൾ കുറേ കൂടെ വലുതായിട്ട് നിങ്ങളുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വർഷം ഗുണകരമായിട്ടുള്ള ഒരു കാലയളവാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വർഷമാണ് രേവതി നക്ഷത്ര ജാതരായിട്ടുള്ളവർ ഈ വർഷക്കാലം. ജോലി സ്ഥിരപ്പെടുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ടെമ്പററിയോ അങ്ങനെയൊക്കെ നിൽക്കുന്നവരൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അത് പ്രൈവറ്റ് ഫേം ആയിരുന്നാലും ഗവൺമെൻറ് ഫേം ആയിരുന്നാലും ടെമ്പററി ആയിട്ട് കോൺട്രാക്ട് ബേസിലൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ജോലിയൊക്കെ സ്ഥിരപ്പെടുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. ആശുപത്രിവാസത്തിന് സാധ്യത വളരെയധികം കൂടുതലാണ്. അത് നിങ്ങൾ സ്വയമേയും ആകാം, മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ആകുവാനും, ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ ആകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കടങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ കടങ്ങളൊക്കെ നിങ്ങൾക്ക് തീർക്കുവാൻ ഈ വിഷു വർഷക്കാലത്തിൽ സാധിക്കുന്നതായിരിക്കും. അതുപോലെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുവാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് രേവതിയെ സംബന്ധിച്ച് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. നിങ്ങളുടെ നാവിൽ നിന്നും വരുന്ന ചില വാക്കുകൾ ഈ ബന്ധങ്ങളെ ശിഥിലമാക്കുവാനുള്ള സാധ്യതകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എന്ത് വാക്കും അളന്ന് തിട്ടപ്പെടുത്തി മാത്രമേ അളന്ന് തൂക്കി മാത്രമേ വാക്ക് ഉപയോഗിക്കാവുള്ളൂ എന്ന് പറയും. അങ്ങനെ വേണം രേവതി നക്ഷത്ര ജാതരായിട്ടുള്ളവർ ഈ വിഷു വർഷക്കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ. ധനവരവ് പല മാർഗങ്ങളിൽ കൂടി ധനവരവ് വർദ്ധിക്കുന്നതായിരിക്കും. പക്ഷേ വരവിനേക്കാൾ കൂടുതൽ ചിലവും രേവതി നക്ഷത്ര ജാതകർക്ക് ഈ വിഷു വർഷക്കാലത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കലാകാരന്മാരായിട്ടുള്ള രേവതി നക്ഷത്ര ജാതകർക്ക് നിരവധി പുതിയ പുതിയ അവസരങ്ങൾ വന്ന് ഭവിക്കുകയും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രശസ്തി വർദ്ധിച്ചു വരികയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള രേവതി നക്ഷത്ര ജാതകർക്ക് മത്സരങ്ങളിൽ വിജയിക്കുവാനും അതുപോലെ തന്നെ പൊതുപ്രവർത്തന മേഖല കുറേ കൂടി മെച്ചപ്പെടുത്തിയെടുക്കുവാനും നിങ്ങളുടെ കൂടെ സഹകരിക്കുവാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഇപ്പോൾ നേതാവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ അണികൾ വർദ്ധിക്കുന്ന ഒരു കാലയളവ് കൂടി ഈ വിഷു വർഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസപരമായി രേവതി നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ വർഷം തന്നെയാണ്. ആഗ്രഹിച്ചതുപോലെയുള്ള വിഷയങ്ങളിൽ പഠനം നടത്തി മുമ്പോട്ട് പോകുവാനും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു വിഷയത്തെ നല്ല രീതിയിൽ ഗ്രഹിക്കുവാനും അത് ഗ്രഹിപ്പിക്കാൻ കഴിവുള്ള ഗുരുക്കന്മാരെ ലഭിക്കുവാനും, പിന്നെ ഈ റിസർച്ച് പോലുള്ള കാര്യങ്ങൾ നടത്തുന്ന PhD റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അടുത്ത ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷു വർഷം എന്ന് പറയുന്നത്. മത്സര പരീക്ഷകളിൽ നല്ല രീതിയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. ചെറിയ കോൺസെൻട്രേഷൻ കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു 10 മിനിറ്റെങ്കിലും ഒരു മെഡിറ്റേഷൻ ചെയ്ത് മുമ്പോട്ട് പോവുക. നിത്യവും സൂര്യഭഗവാനെയും സരസ്വതിയെയും ഗണപതിയെയും അതുപോലെ തന്നെ ശാസ്താവിനെയും വിദ്യാർത്ഥികളായിട്ടുള്ള രേവതി നക്ഷത്ര ജാതരായിട്ടുള്ളവർ ധ്യാനിക്കുന്നത്, അവരെ പ്രാർത്ഥിക്കുന്നത്
വളരെ നല്ലതായിരിക്കും. അത് നിങ്ങൾക്കൊരു പ്രത്യേക ഒരു മാറ്റം നിങ്ങൾക്ക് അതിൽ നിന്നുണ്ടാകും, പ്രത്യേകിച്ചും ഈ വിഷുവർഷക്കാലത്തിൽ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു വരുന്നത് ഗുണകരമായിരിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു. കുടുംബപരമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബ ബന്ധങ്ങളിൽ ശിഥിലത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നിങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും വരുവാനാണ് സാധ്യത കൂടുതലും. അതുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് യാതൊരു തരത്തിലും ആരോടും നമ്മൾ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിമിഷത്തെ ദേഷ്യത്തിൻ്റെ പേരിലോ ഒന്നും കൂടുതലായി നമ്മൾ സംസാരിക്കാനായിട്ട് നിൽക്കരുത്. ഒരു ഗ്യാപ്പ് ഇടുക, നമ്മളുടെ വാക്കുകൾക്കൊരു ഗ്യാപ്പ് ഇടുന്നത് നല്ലതായിരിക്കും. ഒരു 1 hand ഡിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും രേവതി നക്ഷത്ര ജാതകർക്ക് ഈ വിഷു വർഷത്തിൽ. അതുപോലെ തൊഴിൽപരമായി അത് ഞാൻ പറഞ്ഞതാണ്, ജോലി സ്ഥിരപ്പെടുന്ന ഒരു വർഷമാണ്. അത് സ്ഥിരപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ടെമ്പററി കോൺട്രാക്റ്റ് അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് സ്ഥിരപ്പെടുകയും ഉദ്യോഗാർത്ഥികളായിട്ടുള്ള രേവതി നക്ഷത്ര ജാതകർക്ക് നല്ല ഉദ്യോഗങ്ങൾ ലഭിക്കുകയും പ്രത്യേകിച്ചും നിങ്ങൾക്ക് മുൻപരിചയമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വലിയ സാധ്യതയുണ്ട് ഈ വിഷു വർഷക്കാലത്തിൽ. സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്ന പ്രത്യേകിച്ചും SSC കേന്ദ്ര സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് ഈ വർഷം നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്കൊരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ഒക്കെ ആയി മാറുവാൻ ഉള്ള ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളുടെ പരിശ്രമത്തിന് ഒരു ഫലം ഈ 2026 വിഷു വർഷക്കാലത്തിൽ തീർച്ചയായും ഉണ്ടാകുന്നതായിരിക്കും. വിവാഹപരമായി വിവാഹത്തിന് രേവതി നക്ഷത്ര ജാതകമായിട്ടുള്ള വ്യക്തികൾക്ക് 2026 വിഷു വർഷം ആദ്യത്തെ പകുതി മാസം ഗുണകരമല്ല. അതിനുശേഷമുള്ള പകുതി മാസം 6 മാസക്കാലമാണ് നിങ്ങൾക്ക് ഗുണകരമായി കാണുന്നത്. അപ്പോൾ ഈ 6 മാസക്കാലം കല്യാണം നടത്തിയില്ലെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ 6 മാസക്കാലം വിവാഹം നടത്തിയില്ലെന്നുണ്ടെങ്കിലും നല്ല ബന്ധങ്ങളെ നിങ്ങൾ കണ്ടെത്തുക. ശേഷം നിങ്ങൾക്ക് പുതിയ പിന്നീടുള്ള 6 മാസങ്ങളിലേക്ക് പോകുമ്പോൾ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. രേവതി നക്ഷത്ര ജാതകമായിട്ടുള്ള സ്ത്രീ ജനങ്ങൾക്ക് വരുന്ന വിവാഹ ആലോചനകൾ വളരെ ശ്രദ്ധിച്ച് വരുന്ന ആലോചനയെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വിവാഹത്തിലേക്ക് കടക്കുവാനായിട്ട്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ അവിടെ ചതിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്, അതുകൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രണയ സംബന്ധമായിട്ട് പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഒരു വർഷമാണ് രേവതിയെ സംബന്ധിച്ച് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായ പ്രണയങ്ങളൊക്കെ ചെറിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് മാറി നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങളൊക്കെ വീണ്ടും കൂടിച്ചേരുവാനും മുൻപത്തേക്കാൾ മനോഹരമായി നിങ്ങളുടെ ആത്മബന്ധത്തെ വളർത്തിയെടുക്കുവാനും നിങ്ങൾക്ക് ഈ വർഷത്തിൽ തീർച്ചയായും സാധിക്കുന്നതാണ്. അതുപോലെ വ്യാവസായികപരമായ ആദ്യം ഞാൻ പറഞ്ഞതാണ്, വ്യവസായം എന്ത് വ്യവസായമായിരുന്നാലും രേവതി നക്ഷത്ര ജാതകർക്ക് ഈ വിഷു വർഷത്തിൽ പുരോഗതി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ ധനവരവ് വർദ്ധിക്കുന്ന ഒരു വർഷമാണ്. അത് വ്യവസായത്തിൽ കൂടിയായിരുന്നാലും ജോലിയിൽ കൂടിയായിരുന്നാലും ചിലപ്പോൾ നിങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഏത് മേഖലയിൽ കൂടിയായിരുന്നാലും ധനവരവ്, പല മേഖലകളിൽ നിന്നും ധനം വരുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷം രേവതിയെ സംബന്ധിച്ച്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാതെ ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. ആരോഗ്യപരമായി രേവതി നക്ഷത്ര ജാതകമായിട്ടുള്ളവർ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. ത്വക്ക് രോഗം, അസ്ഥിരോഗം, ന്യൂറോൺ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഈ 5 തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ രേവതി നക്ഷത്ര ജാതകമായിട്ടുള്ള വ്യക്തികൾ 100 പേരെ എടുത്താൽ ഇതിലേതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ഇത് നിങ്ങളൊരു എന്താ പറയുക, ഒരു നിസാരവൽക്കരിച്ച് കളയാതെ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് മുമ്പോട്ട് പോവുക. ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ആശുപത്രിവാസം ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഒരേ സമയം നമ്മുടെ ആരോഗ്യവും, ഉത്രട്ടാതിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, ഒരേ സമയം നമ്മുടെ ആരോഗ്യവും മറ്റുള്ളവരുടെ ആരോഗ്യവും കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞ് 24 മണിക്കൂർ അവരെ കാര്യം നോക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോകുവാനെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് വേണ്ട കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്യുക. പൊതുവെ രേവതി നക്ഷത്ര ജാതകമായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം വളരെ ഗുണകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുകയും ചെറിയ കുറച്ച് മാനസിക സങ്കടങ്ങൾ കൂടി കടന്നു പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദോഷപരിഹാരാർത്ഥം രേവതി നക്ഷത്ര ജാതകമായിട്ടുള്ള വ്യക്തികൾ ശിവക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക, ശിവന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ പിൻവിളക്ക് നടത്തി പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിൽ പിൻവിളക്ക് നടത്തി രേവതി നക്ഷത്ര ജാതകമായിട്ടുള്ളവർ പ്രാർത്ഥിക്കുന്നത് ഗുണകരമായിരിക്കും. സൂര്യഭഗവാനെ നിത്യവും വണങ്ങുക. സൂര്യ നമസ്കാരം ചെയ്യാൻ അറിയാവുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക.
അത് 3 ടൈംസ് റിപ്പീറ്റായിട്ട് ചെയ്യുക. അത് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും 3 ടൈംസ് റിപ്പീറ്റായിട്ട് ചെയ്തു പോകുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ, അതായത് തിരുമുടിയുള്ള ക്ഷേത്രങ്ങൾ, നമ്മൾ മുടിപ്പുരകൾ എന്ന് തെക്കൻ കേരളത്തിൽ പറയും. മുടിപ്പുരകളിൽ പ്രധാനമായിട്ടും വേണ്ട വഴിപാടുകൾ ചെയ്യുക. വടക്കൻ കേരളത്തിലോട്ടാണ് എന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങൾ, ഉഗ്രസ്വരൂപിണിയായി ദേവി വാഴുന്ന ഏത് ക്ഷേത്രമാണോ അവിടെ രക്തപുഷ്പാർച്ചനയോ പുഷ്പാഞ്ജലിയോ നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ ദേവിക്ക് എന്തെങ്കിലും ഒരു വഴിപാട്, നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു വഴിപാട് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ച് അത് വളരെ പെട്ടെന്ന് നിങ്ങളത് ചെയ്യുന്നതും, ദേവീ കവചം നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സമയമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. അത് കൃത്യമായി ചെയ്യുക. മഹാഗണപതിയെ നന്നായി പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാന് വേണ്ട വഴിപാടുകൾ, നാളികേരം ഉടയ്ക്കുക. അതുപോലെ ഭഗവാന് ഗണപതി ഹോമം, നിങ്ങളുടെ പേരിൽ ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുക. മാസത്തിൽ ഒരു തവണയെങ്കിലും ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ്. സുബ്രഹ്മണ്യ സ്വാമിയെയും നന്നായി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. മുരുകന് വേണ്ട വഴിപാടുകൾ, ഭസ്മാഭിഷേകം, അതുപോലെ പനിനീരഭിഷേകം. പുരുഷന്മാർ, പ്രത്യേകിച്ച് രേവതി നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം നടത്തി പ്രാർത്ഥിക്കുന്നതും ഷഷ്ടിവ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതും പുരുഷന്മാർക്കും സ്ത്രീജനങ്ങൾക്കും വളരെയധികം ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ ഈ വിഷുവർഷക്കാലത്തിൽ ഉണ്ടാകുന്നതിന് കാരണഭൂതമാകുമെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ രേവതി നക്ഷത്ര ജാതരായിട്ടുള്ളവർ മുൻപോട്ട് നടത്തി പോവുക. എല്ലാ രേവതി നക്ഷത്ര ജാതരായിട്ടുള്ളവർക്കും 27 നക്ഷത്രത്തിൽ ജനിച്ച ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും നല്ല ഒരു വിഷു വർഷക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ 2026 വിഷുവർഷ ഫലം സീരീസ് ഇവിടെ പൂർത്തീകരിക്കുന്നു. എല്ലാവിധ ആശംസകളും ഈശ്വരാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ട് ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.